ചെറിയൊരു പുൽക്കൂടാതിൽ കന്നിയുമായിരിക്കുന്ന ആറിവാളൻ മീശിഹായി ശോഭയാൽ പെറ്റു. ഭുവനങ്ങൾ 14 നിറയപ്പെട്ടിരിക്കുന്ന ഓമനയാം പൊന്മകനെ മാടിയിൽ വെച്ച് ഉന്നതമാം കടുത്തുരുത്തി വലിയ പള്ളിയാതിൽ മേവും ആഴകേറും ഉമ്മ ഞങ്ങളെ കാത്തരുളേണം. മെയ്യെ ആഴകേറും ഉമ്മ ഞങ്ങളെ കാത്തരുളേണം. 40 വർഷങ്ങൾക്ക് മുൻപ് ഈ ഇടവകയിൽ നിന്ന് ചുള്ളിയോട്ടിലേക്ക് കുടിയേറിയതാണ് എൻ്റെ കുടുംബം. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് നീന്ത് നേർച്ച നടത്തണമെന്നും സമുദ്രാഭിമുഖ പ്രാർത്ഥനയിൽ ആദ്യമായി പങ്കെടുക്കണമെന്നും ഒരാഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ജോൺസൺ അച്ഛനോട്, വികാരി അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്തു. ഒപ്പം ഇന്ന് ഇവിടെ ഈ വചന സന്ദേശം നൽകാനായി ക്ഷണിക്കുകയും ചെയ്തു. പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. ഈ സന്ദേശം 4 ഭാഗങ്ങളായി തിരിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്തിൽ ഈ പള്ളിയുമായി എനിക്കുള്ള ബന്ധത്തെ ഞാൻ ഓർക്കുന്നതാണ്. കാരണം അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. രണ്ടാമത്, ഈ പള്ളിയിലെ കലാപരമായ വസ്തുതകൾ നമ്മളോട് എന്ത് സംസാരിക്കുന്നു, പ്രത്യേകിച്ച് ഉയർപ്പ് തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ എന്ത് പറയുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമതായി, സമുദ്രാഭിമുഖ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട എൻ്റെ ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അവസാനമായി, സമാധാനത്തോടുകൂടി ധൈര്യമായി ജീവിക്കാൻ ഈ പള്ളിയും ഈ പള്ളിയിലെ ഓരോ വസ്തുതകളും നമ്മെ എങ്ങനെ സഹായിക്കുന്നു എന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു. ആരംഭത്തിൽ സൂചിപ്പിച്ച പോലെ ഞാൻ ജനിച്ചത് ഈ ഇടവകയിലാണ്, മേട്ടുംപാറയ്ക്കപ്പുറത്ത് മുകളേൽ അഥവാ ആക്കാൻ മത്തായിയുടെ മകനായിട്ട്. 1985 മെയ് മാസത്തിലാണ് ഞങ്ങൾ നിലമ്പൂരിനടുത്ത് ചുള്ളിയോട് പ്രദേശത്തേക്ക് കുടിയേറി പോകുന്നത്. എനിക്ക് 7 വയസ്സുള്ളപ്പോൾ. എൻ്റെ അമ്മ വീട് കക്കത്തമലയിലായിരുന്നു. അതുകൊണ്ട് വേദപാഠം, നഴ്സറി ക്ലാസ്സുകൾ, 1-2 ക്ലാസ്സുകളൊക്കെ അവിടെയാണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അടുത്ത് പെരുമാറിയിട്ടുള്ളത് കക്കത്തുമാല പള്ളിയിലാണെങ്കിലും എൻ്റെ ഓർമ്മയിൽ, 7 വയസ്സുകാരൻ്റെ ഓർമ്മയിൽ ഏറെ നിറഞ്ഞു നിൽക്കുന്നത് ഈ പള്ളിയും ഈ പള്ളിയുടെ പരിസരങ്ങളുമാണ്. ആകെ ഈസ്റ്ററിനും ക്രിസ്തുമസിനും 3 നോയമ്പിനുമൊക്കെ അങ്ങനെയുള്ള വിശേഷ അവസരങ്ങളിൽ മാത്രമാണ് ഇവിടെ എത്തിയിരുന്നത്. എന്നിട്ടും ചൂട്ട് കത്തിച്ച് നടന്ന് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വന്നത് ഓർക്കുന്നുണ്ട്. മുട്ടുകുത്തി നീന്തിയിരുന്നത് ഓർക്കുന്നുണ്ട്. മുട്ടിൽ നിന്ന് ചോര വന്നത് ഓർക്കുന്നുണ്ട്. മ്യാലിലെ നൈറ്റി കൊച്ചമ്മ എന്ന ഞങ്ങളുടെ കൊച്ചമ്മ കോളയാട് നിന്ന് 3 നോമ്പ് തിരുനാളിൽ പങ്കെടുക്കാനായി ഇവിടെ പള്ളിയിൽ വന്നതും അതിനുശേഷം വീട്ടിൽ വന്നതും ഒരു ദിവസമൊക്കെ താമസിച്ച് പോയതും ഒക്കെ ഓർക്കുന്നുണ്ട്. അവരുടെയൊക്കെ നൊമ്പരങ്ങൾ, അകലെ ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നൊമ്പരങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഓർക്കുന്നുണ്ട്. വിരുത്തക്കളങ്കര പിതാവ് 1985 ഇവിടെ സ്ഥൈര്യലേപനത്തിനായി വന്നപ്പോൾ എൻ്റെ അമ്മച്ചി കുഞ്ഞാഞ്ഞെ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിനെ കെട്ടിപ്പിടിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ നിലമ്പൂരിലേക്ക് പോകുമ്പോൾ ലോറി നിർത്തി അപ്പച്ചൻ ഇറങ്ങി ഇവിടെ വന്ന് നേർച്ചയിട്ട് പോയതും ഓർക്കുന്നുണ്ട്. ഒരു 7 വയസ്സുകാരൻ്റെ മനസ്സിൽ വലിയ പള്ളിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇത്ര സജീവമാകണമെങ്കിൽ ഇതിനെന്തോ ഒരു പ്രത്യേക ആകർഷകത്വം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഈ ഓർമ്മകൾ ഇത്രയും പച്ചയായി എൻ്റെ മനസ്സിൽ നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതല്ല, മറിച്ച് ഇവിടെ നിന്ന് പോയതിനു ശേഷം എൻ്റെ മാതാപിതാക്കൾ എടുത്ത തീരുമാനങ്ങളാണ് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അവർ ബോധപൂർവ്വം എടുത്ത ചില തീരുമാനങ്ങൾ, അതിൻ്റെ ഭാഗമാണ് ഞാനിപ്പോൾ പാടിയ ഈ പാട്ട് എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം
വീട്ടിൽ പാടുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ മുത്തിയമ്മയുടെ രൂപം ഞങ്ങളുടെ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് അവർ പ്രതിഷ്ഠിച്ചിരുന്നു. അവരുടെ സംസാരങ്ങളിൽ ഈ പള്ളിയോ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട വ്യക്തികളോ കടന്നു വരാത്ത ഒറ്റ ദിവസം പോലും ഉണ്ടായിരുന്നില്ല. അവർ നാട്ടിൽ വരുമ്പോൾ ഞങ്ങളെയും കൂട്ടിക്കൊണ്ടുവരും, ഈ പള്ളിയിൽ വരും, പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. സെമിത്തേരിയിൽ കൊണ്ടുപോകുമായിരുന്നു. വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഒക്കെ കിടക്കുന്ന ഇടത്ത് കൊണ്ടുപോയി ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. ചുറ്റുവിളക്ക്, അടിമപ്പണം തുടങ്ങിയവ നൽകണമെന്ന് കൂടെ ഓർമ്മിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ കടുത്തുരുത്തി വലിയ പള്ളിയിലെ അഴകേറുന്ന ഉമ്മയോടും അറിവാളൻ മിശിഹായോടും കെട്ടപ്പെട്ടവരാണ് ഞങ്ങൾ എന്ന ബോധ്യം ഞങ്ങളിൽ വളരാൻ ഇതൊക്കെ സഹായിച്ചിട്ടുണ്ട്, കാരണമായിട്ടുണ്ട്. 3 നോമ്പ് അടക്കമുള്ള തിരുനാളുകളിലെ എൻ്റെയും സഹോദരങ്ങളുടെയും ഒക്കെ സാന്നിധ്യം ഇതിൻ്റെയൊക്കെ തുടർച്ചയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ കൂടി തുടർച്ചയാണ് നമ്മുടെ ഈ പള്ളിയിലെ സെമിത്തേരിയിൽ എന്നെ അടക്കണമെന്ന് വിൽപത്രത്തിൽ ഞാൻ എഴുതി വച്ചിരിക്കുന്നതും. അറിയുന്നതിനെ സ്നേഹിക്കുന്നതും സ്നേഹിക്കുന്നതിനെ കൂടുതലായി അറിയാൻ ശ്രമിക്കുന്നതും മനുഷ്യ സഹജമാണ്. കടുത്തുരുത്തി വലിയ പള്ളിയെ ഈ രീതിയിൽ സ്നേഹിച്ചതുകൊണ്ട് അതിനെ കൂടുതലായി അറിയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി പള്ളിയുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. പല ആൾക്കാരെയും ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാനും ഈ പള്ളിയെക്കുറിച്ച് അവർ വിദേശങ്ങളിലടക്കം ലേഖനങ്ങളൊക്കെ എഴുതാനുമൊക്കെ സഹായകമായി തീർന്നിട്ടുണ്ട് എന്നത് ഏറെ ദൈവാനുഗ്രഹപ്രദമാണ് എന്ന് ഞാൻ കരുതുകയാണ്. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് കൂടിയായിരിക്കാം നമ്മുടെ സമുദായത്തിൻ്റെ, ക്നാനായ സമുദായത്തിൻ്റെ പാട്ടുകളെക്കുറിച്ച്, അതിൻ്റെ പൈതൃകത്തെക്കുറിച്ച്, തനിമയെക്കുറിച്ച് ഒക്കെ പഠിക്കാനും അതിൽ ഡോക്ടറൽ ഗവേഷണം നടത്താനും ഒക്കെ ഇപ്പോൾ എനിക്ക് സാധിക്കുന്നത്. ഭക്തിയോടെ കുമ്പിടുന്ന എന്ന ഈ പാട്ടിലെ കുമ്പിട് സാധാരണക്കാർക്ക് കേവലം ബഹുമാന സൂചകമായ ഒരു പദം മാത്രമാണെങ്കിൽ, നമ്മൾ കടുത്തുരുത്തിക്കാർക്ക് നമ്മൾ മാത്രം പവിത്രമായി കൊണ്ടാടുന്ന കുമ്പിടിയിൽ ചടങ്ങ് തന്നെയാണ് അത്. തൻ്റെ പുത്രൻ്റെ മഹത്വത്തിൻ്റെ ചിഹ്നമായ കുരിശിനെ ഭക്തിയോടെയും സത്യവിശ്വാസത്തോടെയും കുമ്പിട്ട് വണങ്ങുന്ന ജനത്തെ മർത്തുമറിയും പരിപാലിക്കുമെന്ന പ്രതീക്ഷ ആണത്. സുറിയാനിക്കാരെ നമ്മെ സൂചിപ്പിക്കാൻ പുരാതന പാട്ട് പുസ്തകത്തിലെ പാട്ടുകളിൽ 12 തവണ ആവർത്തിക്കുന്ന ഒരു പദമാണ് തരുതായ്ക്കൾ എന്ന പദം. അത് ഈ പാട്ടിൽ കടുത്തുരുത്തി വലിയ പള്ളിയുടെ പാട്ടിൻ്റെ ലയമാറ്റത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് 2 തവണ. ഈ പദത്തിന് വലിയ അർത്ഥമാണുള്ളത്. സുറിയാനിയിലെ ത്രീസ, സത്യവിശ്വാസം എന്ന വാക്കാണ് മലയാളത്തിൽ തരുസായ്ക്കൾ അല്ലെ തരുതായ്ക്കൾ എന്ന പേരായി മാറുന്നത്. സത്യത്തിൽ ചരിക്കുന്ന, സത്യവിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന, സത്യവിശ്വാസം പകർന്നു നൽകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം എന്നൊക്കെ ഈ വാക്കിന് അർത്ഥമെടുക്കാനാകുന്നു. അറിവ് ആളുന്നവനാണ് അറിവാളൻ. മിശിഹായ വിശേഷണമായി നമ്മുടെ പാട്ടിൽ പറഞ്ഞിരിക്കുന്ന ഈ വാക്ക് വലിയ അർത്ഥസൂചകങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അറിവിൻ്റെ ഉറവിടവും ആധാരവും അവസാന വാക്കുമായി ഈശോയെ അറിവ് അരുളലിൽ, അതായത് പഠന പ്രക്രിയയിൽ അനുകരിക്കാൻ കടുത്തുരുത്തി ഇടവക്കാർക്ക് അതിനാൽ തന്നെ കൂടുതലായ ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തെക്കുറിച്ച്, ഈശോയെക്കുറിച്ച്, മർത്തമറിയത്തെക്കുറിച്ച്, പള്ളിയെക്കുറിച്ച്, സഭയെക്കുറിച്ച്, ജ്ഞാനായ സമുദായത്തെക്കുറിച്ചൊക്കെ പഠിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമായി അതിനാൽ മാറുന്നുണ്ട്. ഈ പഠനത്തിൻ്റെ ഭാഗമായി നമ്മുടെ പള്ളിയിലെ കലകളെക്കുറിച്ചും അവയുടെ ദൈവശാസ്ത്രത്തെക്കുറിച്ചുമൊക്കെ ഉപന്യാസ രചന മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അറിയിപ്പിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ നൽകുന്നതാണ് എന്ന് കൂടി അറിയിക്കുന്നു. എന്നാലും 1ാം സമ്മാനം കിട്ടുന്നവർക്ക് 5000 രൂപ ഉണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് ഈ സുവിശേഷ സന്ദേശം ഈ രീതിയിൽ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെടുത്തി നൽകണമെന്ന് സന്തോഷച്ചനും ജോൺസൺ കൂടി എന്നോട് നിർദ്ദേശിച്ചതും അറിവ് പങ്കുവയ്ക്കുക എന്ന സന്ദേശത്തിൽ എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ കരുതുന്നു.
ഭുവനങ്ങൾ 14 ലോകങ്ങളിലും നിറയപ്പെട്ടിരിക്കുന്ന ഉദ്ധിതനായ ഈശോയുടെ മഹത്വം വലിയ പള്ളിയുടെ പാട്ടിൽ ഏറ്റവും പ്രസക്തമായി ഞാൻ കരുതുന്നു. എല്ലാ ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന മഹത്വത്തോടു കൂടിയ ഈശോയെ ചെറിയ ഒരു പുൽക്കൂട്ടിൽ പ്രസവിച്ചവൾ മകനോട് ചേർന്ന് സഞ്ചരിക്കുന്നതിൻ്റെ നേർചിത്രം നമ്മുടെ ഈ പള്ളിയിലെ വിവിധ കലാരൂപങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അൾത്താരയുടെ മുകളിൽ ഈ വശത്തായിട്ടുള്ള ചുവർ ചിത്രത്തിൽ പുൽക്കൂടിന് സമീപത്ത് യൗസേപ്പിതാവിൻ്റെ സാന്നിധ്യത്തിൽ മകനെ ഉണ്ണീശോയെ മടിയിൽ വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അമ്മയുടെ ചിത്രം നമ്മൾ കാണുന്നുണ്ട്. വലിയ നമ്മുടെ മാമോദിസ തൊട്ടിയിൽ ഉണ്ണി ഈശോയെ കൈകളിൽ ഏന്തി നിൽക്കുന്ന ഒരു മാതാവിൻ്റെ ചിത്രീകരണമുണ്ട്. വലിയ കരിങ്കൽ കുരിശിൻ ചുവട്ടിൽ ക്രൂശിതനിലേക്ക് നോക്കി ഈശോയുടെ മഹത്വം ദർശിക്കുന്ന അമ്മയുടെ ചിത്രീകരണവുമുണ്ട്. ഇവിടെ എൻ്റെ വലതുവശത്തുള്ള ഈ വലിയ റിലീഫ് ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുരിശിൽ നിന്നിറക്കിയ മകൻ്റെ ശരീരം മടിയിൽ സംവഹിച്ച് മുഖത്തോട് മുഖം നോക്കി സംവദിക്കുന്ന ഒരമ്മയുടെ ചിത്രം നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും അവസാനമായി മാതാവിൻ്റെ ഉറക്കം, ദൊർമീത്സ്യോ മരിയ എന്ന പേരിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് എൻ്റെ ഇടതുവശത്തുള്ള അൽത്താരയുടെ ഭിത്തിയിൽ വരച്ചു ചേർത്തിട്ടുള്ള ചിത്രത്തിൽ ഈശോ മാതാവിനെ ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ കൈകളിൽ സംവഹിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ പള്ളിയിലെ ഇത്തരം ചിത്രീകരണങ്ങളെല്ലാം തിലകക്കുറിയായിട്ടുള്ളത് റത്താഴ എന്ന് പറഞ്ഞാൽ അൾത്താരയുടെ മുകളിൽ തടിയിൽ തീർത്തിരിക്കുന്ന ആ ഭാഗത്തെയാണ്. റത്താഴയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തായി പരിശുദ്ധ ത്രിത്വം കന്യകാമറിയത്തെ ത്രിലോകരാജ്ഞിയായി മുടി ചൂടിക്കുന്ന സകല മനുഷ്യരുടെയും ഉത്ഥാനത്തിൻ്റെ പ്രതീക്ഷയും പ്രതീകവുമായ ഒരു ചിത്രമുണ്ടല്ലോ. ഇതിനോട് അനുബന്ധിച്ച് നമ്മുടെ റത്താഴയിൽ ധാരാളം മാലാഖമാരെ അവരുടെ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള നിങ്ങൾക്കെല്ലാവർക്കും ഒരു ചെറിയ ജോലി കൂടി ഞാൻ നൽകുകയാണ്. ഈ റത്താഴയിലുള്ള താഴെ മെഴുകുതിരി സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന മാലാഖമാരെ ഒഴിവാക്കി തടിയിൽ കൊത്തിയിട്ടുള്ള മാലാഖമാരുടെ കൃത്യം എണ്ണം നിങ്ങൾക്ക് എണ്ണി പറയാം. സങ്കീർത്തിയിൽ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേരും വീട്ടുപേരും ഫോൺ നമ്പറും എഴുതി എത്ര എണ്ണമാണ് എന്ന് എഴുതാം. അങ്ങനെ എഴുതുന്നവരിൽ ഏറ്റവും ആദ്യം കൃത്യ എണ്ണം പറയുന്ന 10 പേർക്ക് സമ്മാനം ഉണ്ടായിരിക്കും, എൻ്റെ വക സ്പോൺസറിങ്. ഞാനിങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ ഈ ശില്പങ്ങളിലേക്ക് നോക്കണം, ആ ശില്പങ്ങളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കണം എന്ന ചിന്തയോടുകൂടിയാണ്. ഈശോയുടെ ജനന ഉത്ഥാന അവസരങ്ങളിലൊക്കെ മാലാഖമാരുടെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. സ്വർഗീയ മഹത്വത്തെയും ആനന്ദത്തെയും നിഷ്കളങ്കതയും ഒക്കെ ഈ മാലാഖമാരുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നുമുണ്ടല്ലോ. നമ്മുടെ പള്ളി കുരിശുകളാൽ സമ്പന്നമാണ്. എവിടെ നോക്കിയാലും കുരിശുകളാണ്. പക്ഷേ ക്രൂശിത രൂപങ്ങൾ വളരെ വിരളമാണ്. അതും ഈ അടുത്ത കാലത്തുള്ള രൂപങ്ങൾ മാത്രമാണ്. ക്രൂശിത രൂപങ്ങൾ ഈശോയുടെ പീഡാസഹനത്തെയും മരണത്തെയുമാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ മറ്റു കുരിശുകൾ, ഈശോയുടെ ക്രൂശിതൻ ഇല്ലാത്ത കുരിശുകൾ, പീഡാസഹനത്തെയും മരണത്തെയും അതിജീവിച്ച് ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിച്ച ഈശോയെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഉദ്ധിതനായ ഈശോയാണ് ഈ കുരിശുകൾ ഓരോന്നും സൂചിപ്പിക്കുന്നത്. അമർത്യതയുടെ പ്രതീകമായ മയിലുകൾ നമ്മുടെ പള്ളിയിൽ ധാരാളമായി കളിയാടുന്നുണ്ട്. നമ്മുടെ മാമോദീസ തൊട്ടിയിൽ കുരിശിന് ഇരുവശത്തുമായി 2 മയിലുകൾ ഉള്ളതായി കാണാൻ പറ്റും. സങ്കീർത്തിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സെമിത്തേരിയുടെ ഭിത്തിയിൽ കുരിശിന് ഇരുവശത്തുമായി 2 മയിലുകൾ ഉള്ളതായി കാണാൻ പറ്റും. നമ്മുടെ കടുത്തുരുത്തിയിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം കോട്ടയത്തേക്ക് കൊണ്ടുപോയിട്ടുള്ള, കോട്ടയം വലിയ പള്ളിയിൽ സൂക്ഷിക്കപ്പെടുന്ന പേർഷ്യൻ കുരിശുകളിൽ ഒന്നിൽ കുരിശിൻ്റെ ഇരുവശത്തുമായി മയിലുകൾ ഉള്ളതായി കാണാൻ പറ്റും. അങ്ങനെ മയിലുകളുടെ നിറസാന്നിധ്യം നമ്മുടെ ദേവാലയങ്ങളിലുണ്ട്. മയിലുകൾ അമർത്യതയെ സൂചിപ്പിക്കുന്നതാണ്.
അതിന് കാരണം മയിലിൻ്റെ ഇറച്ചി വളരെ സാവധാനമാണ് അഴിഞ്ഞു പോകുന്നത്, കൊറോഡ് ചെയ്യുന്നത് എന്ന സങ്കല്പമാണ്. അതുകൊണ്ട് തന്നെ അവയുടെ സാന്നിധ്യവും നിത്യതയെക്കുറിച്ചുള്ള, അമർത്യതയെക്കുറിച്ചുള്ള സൂചനയാണ് നമുക്ക് നൽകുക. നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനപൂർവ്വം നമ്മൾ സംരക്ഷിക്കുന്ന ഒന്നാണല്ലോ വലിയ കരിങ്കൽ കുരിശ്. തഞ്ചാവൂരിലെ ശില്പികൾ കൊത്തിയതെന്ന് പാരമ്പര്യം പറയുന്ന 1595 നിർമ്മാണം ആരംഭിച്ച് 1599 ശനിയാഴ്ച ഇന്നലെ ഗോവ മെത്രാപ്പോലീത്ത ഡോമെനീസിസ് വെഞ്ചരിച്ചതുമായ ആ കുരിശ്, പുറത്ത് നമസ്കാരം നമ്മൾ നടത്തുന്ന ആ കുരിശിൻ്റെ ചുവട്ടിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കരിങ്കൽ കുരിശെന്ന് കരുതപ്പെടുന്ന ഒരു കുരിശാണ്. അങ്ങനെയുള്ള ഈ കുരിശ് ഇവിടെ ഉള്ളപ്പോഴും അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി ഞാൻ കണക്കാക്കുന്നത് മറ്റ് 4 ചെറിയ കുരിശുകളാണ്. അതിന് കാരണം അവ പൂർവിക സ്മരണയെ കൂടുതലായി നമ്മിൽ ഉണർത്തുന്നു എന്നുള്ളതാണ്. അവ കൊടുങ്ങല്ലൂരിൽ നിന്ന് നമ്മൾ കൊണ്ടുപോന്നിട്ടുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായ ഒരു പ്രാധാന്യം കൂടി അവയ്ക്കുണ്ട്. 1524 കൊടുങ്ങല്ലൂരിൽ വെച്ച് മുസ്ലിങ്ങൾ നമ്മെ ആക്രമിക്കുന്നു, നമ്മുടെ പട്ടണവും പള്ളിയും ഒക്കെ തീയിട്ട് നശിപ്പിക്കുന്നു. അതേ തുടർന്നാണ് അവസാനമായി നമ്മളെല്ലാവരും കൊടുങ്ങല്ലൂരിൽ നിന്ന് വിട്ടുപോരുന്നത്. ആ അവസരത്തിൽ അവിടെ ഉണ്ടായിരുന്ന കുരിശുകൾ എടുത്തുകൊണ്ട് നമ്മൾ പോന്നു എന്നതുകൊണ്ടാണ് ഇവയ്ക്ക് ചരിത്രപരമായ പ്രാധാന്യം കൂടുതലായി കൈവരുന്നത്. യുദ്ധത്തിൻ്റെ മുഖത്തും നമ്മൾ നഷ്ടപ്പെടുത്താതെ സംരക്ഷിക്കാൻ ആഗ്രഹിച്ചവ ഈ കുരിശുകളാണ്. അവ 2 കോട്ടയം വലിയ പള്ളിയിലുണ്ട്, 2 നമ്മുടെ ഈ വലതുവശത്തുള്ള വാതിലിൻ്റെ ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്നുണ്ട്, 2 സെമിത്തേരി ഭിത്തിയിലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മയിലുകളുള്ള കുരിശും പിന്നെ ഒന്ന് അങ്ങേയറ്റത്തായിട്ടുള്ള ഒരു കുരിശുമാണ്. അവ എടുത്തുകൊണ്ട് പോരാൻ നമ്മുടെ കാരണവന്മാർ കാണിച്ച താല്പര്യത്തിന് പിന്നിൽ കുരിശ് എന്ന പ്രാധാന്യത്തിനോടൊപ്പം തന്നെ മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. ഇവയെല്ലാം ടോം സ്റ്റോൺസാണ്, മൃതശരീരങ്ങളുടെ മുകളിൽ അടയാളമായി വെച്ചിരുന്ന കുരിശുകൾ, ശിലകൾ. അതുകൊണ്ട് തന്നെ പൂർവികരെ അടക്കിയിരുന്ന മണ്ണിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന വസ്തുക്കളാണ് എന്നതുകൊണ്ട് പൂർവികരോടുള്ള ഒരു ഭക്തിയുടെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മളിവയെ എടുത്തുകൊണ്ട് പോന്നിട്ടുള്ളവ. പൂർവിക സ്മരണയുടെ ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ 3ാമത്തെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്, സമുദ്രാഭിമുഖ പ്രാർത്ഥന. ഈ പശ്ചാത്തലത്തിലാണ് ലോകത്ത് നമ്മുടെ പള്ളിയിൽ മാത്രം ആചരിക്കുന്ന ഒരു സവിശേഷ ചടങ്ങിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് നിങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഉയർപ്പ് തിരുനാളിൻ്റെ കർമ്മങ്ങളുടെ ഭാഗമായി സുവിശേഷ വായനയ്ക്ക് ശേഷം കടവിൽ കുരിശുപള്ളിയിലേക്ക് വാദ്യമേളങ്ങളോടെയും മുത്തുകുടകളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ നമ്മളെല്ലാവരും ചേർന്ന് ഒരു പ്രദക്ഷിണം നടത്തിയല്ലോ. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് സമുദ്രത്തിന് അഭിമുഖമായി നിന്ന് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തി പ്രദക്ഷിണമായി തന്നെ നമ്മൾ തിരിച്ചു പോരുന്നു എന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കർമ്മത്തിൽ സംബന്ധിക്കുന്നതെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായി പറയുന്നതിൽ സ്വാഭാവികമായിട്ടും പരിമിതികളുണ്ട്. പക്ഷേ ധാരാളം ഇതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. അവയുടെ വെളിച്ചത്തിലാണ് തുടർന്ന് പറയുന്ന ഭാഗങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പൂർവികർക്കായുള്ള പ്രാർത്ഥനയാണ് എന്ന ആശയത്തെ ഞാൻ നിരാകരിക്കുന്നില്ല. തീർച്ചയായിട്ടും അതുണ്ട്. നമ്മുടെ പൂർവികരെല്ലാവരും വിശുദ്ധരായി മാത്രം ജീവിച്ചവരാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാകാവുന്ന തെറ്റുകൾക്ക്, കുറവുകൾക്ക് പരിഹാരമായേക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും പൂർവികർക്കായുള്ള പ്രാർത്ഥന എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും നടത്താവുന്നതായിരിക്കെ എന്തുകൊണ്ട് ഉദ്ധാന ദിവസം ഉദ്ധാനത്തിൻ്റെ അറിയിപ്പ് നൽകിയതിന് ശേഷം പ്രദക്ഷിണമായി നമ്മൾ കടവിൽ കുരിശുപള്ളിയിലേക്ക് പോകുന്നു എന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ഞാൻ കണ്ടെത്തുന്ന ഉത്തരം
ഇതൊരു പക്ഷേ നമ്മുടെ പൂർവികരെ നമ്മൾ നേരിട്ട് കാണാൻ നമ്മൾ നടത്തുന്ന ഒരു പ്രദക്ഷിണമാണ്. നമ്മുടെ പൂർവികരെ സ്വീകരിച്ചാനയിക്കാനായി നമ്മൾ നടത്തുന്ന ഒരു പ്രദക്ഷിണമാണ് എന്ന് ഞാൻ കരുതുകയാണ്. കാരണം പൗരസ്ത്യ സഭാ പാരമ്പര്യപ്രകാരം നീതിസൂര്യനായ ഈശോയുടെ രണ്ടാം വരവ് കിഴക്ക് ദിക്കിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ ദേവാലയങ്ങളിലെ അൾത്താരകൾ കിഴക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ് നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലുക എന്നതൊക്കെ. സ്വാഭാവികമായും ഉത്ഥാനത്തിൻ്റെ അറിയിപ്പ്, ഈശോ ഉദ്ധിതനായി എന്നറിയിക്കുമ്പോൾ നമ്മൾ കിഴക്കോട്ടാണ് സഞ്ചരിക്കേണ്ടത്, കിഴക്കോട്ടാണ് നമ്മുടെ ദർശനം ആയിരിക്കേണ്ടത്. പക്ഷെ നമ്മൾ തിരിച്ച് പടിഞ്ഞാറോട്ട് ദർശനമാകുന്നു. അറബിക്കടലിന് അഭിമുഖമായി. അതുകൊണ്ട് തന്നെ ഇവിടെ ക്നാനായ സമുദായത്തിൻ്റെ ഒരു വ്യതിരിക്തത വ്യക്തമാകുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. സ്വന്തം കാര്യം ചിന്താപാത എന്ന ചിന്തയോടെ നമുക്ക് വേണമെങ്കിൽ ഈശോയെ ആദ്യം പോയി കണ്ടെത്തിയേക്കാം, ഈശോയുടെ അടുക്കിലേക്ക് ഓടിയെത്താം എന്ന ചിന്തയോടെ വ്യക്തിഗതമായി നമുക്ക് കിഴക്കോട്ട് സഞ്ചരിക്കാം, കിഴക്ക് എന്ന് വരുന്ന ഈശോയുടെ അടുക്കിലേക്ക്. പക്ഷെ നമ്മൾ അതല്ല ചെയ്യുന്നത്. നമ്മൾ ഒരു നിമിഷം നിൽക്കുന്നു, നമ്മൾ സംഘാതമായി ഈ സമൂഹം ഒന്നാകെ പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നു. ആരാണോ എനിക്ക് എൻ്റെ ഈശോയെ തന്നത് അവരെയും കൂടി കൂട്ടിയല്ലാതെ ഈശോയിലേക്കുള്ള യാത്ര അപ്രസക്തമാണ് എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് പൂർവികരെയും കൂട്ടേണ്ടതുണ്ട് എന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തുക. അവരാണല്ലോ നമുക്ക് ഈശോയെ തന്നത്. അതുകൊണ്ട് തന്നെ ഈശോയിലേക്ക് സമൂഹപരമായി സംഘാതമായി സഞ്ചരിക്കുക എന്നൊരു ലക്ഷ്യം നമ്മുടെ അടുത്തേക്ക് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം നമ്മൾ ഈ സമൂഹത്തിലുള്ളവരും ഒരുപക്ഷെ ഈ സമൂഹത്തിൽ നിന്ന് മൺമറഞ്ഞവരുമായ എല്ലാവരെയും കൂട്ടി പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് അവിടെ വെച്ച് മെസപ്പൊട്ടേമിയയിലും കൊടുങ്ങല്ലൂരിലുമൊക്കെ വെച്ച് ഇല്ലാതെയായിത്തീർന്ന നമ്മുടെ പൂർവികരെ സ്വീകരിച്ചാനയിച്ച് നമ്മുടെ ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് ഞാൻ കരുതുകയാണ്. പടിഞ്ഞാറോട്ട് ഇരുട്ടത്താണ് നമ്മൾ സഞ്ചരിച്ചത് എന്ന് നമുക്കറിയാമല്ലോ. പക്ഷെ നമ്മൾ കിഴക്കോട്ട് ദർശനമായി തിരിച്ചു വരുമ്പോൾ ഉദയസൂര്യൻ്റെ പ്രഭാവലയത്താൽ നമ്മൾ സഞ്ചരിക്കുന്നതും സവിശേഷ അനുഭൂതിയാണ്. മെസപ്പൊട്ടാമിയയിലെയും കൊടുങ്ങല്ലൂരിലെയും നമ്മുടെ പൂർവികരെ സ്വീകരിക്കാനായി പടിഞ്ഞാറോട്ട് നമ്മൾ യാത്ര ചെയ്തപ്പോൾ, പള്ളിയിൽ നിന്ന് ഇറങ്ങി യാത്ര ചെയ്തപ്പോൾ മരണമടഞ്ഞ നമ്മുടെ പൂർവികരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, കൂടെ ഉണ്ട് എന്ന് ഞാൻ സങ്കല്പിക്കുന്നു. എൻ്റെ ഗുരു എന്ന് ഞാൻ കരുതുന്ന കൊല്ലാപുരം അച്ഛനും കുന്നശ്ശേരി പിതാവും തറയിൽ പിതാവും ചൂളപ്പറമ്പ് പിതാവും മാക്കിൽ പിതാവും ഒക്കെയുള്ള അടങ്ങുന്ന നമ്മുടെ പിതാക്കന്മാർ, അതിരൂപതയിലും വിവിധ കോൺഗ്രിഗേഷനുകളുമായി സേവനം ചെയ്ത് മൺമറഞ്ഞു പോയ പൂതത്തിൽ തൊമ്മിയച്ചനടക്കമുള്ള വൈദികരും സിസ്റ്റേഴ്സും, മലബാർ കുടിയേറ്റത്തിലും മലങ്കര പുനരൈക്യത്തിലും മുന്നേ പറന്ന പക്ഷികളായി കഷ്ടതകൾ പേറി ജീവിച്ച് മരിച്ച കണ്ടോത്ത് സർ അടക്കമുള്ള നമ്മുടെ പൂർവികർ. ക്നാനായ സമുദായ ചരിത്ര ഗ്രന്ഥം ആദ്യമായി 1941 പ്രസിദ്ധീകരിച്ച ജോസഫ് ചാഴികാടൻ സാറ്, 1910 പുരാതനപ്പാട്ട് പുസ്തകം പ്രസിദ്ധീകരിച്ച PU ലൂക്കാസ്, സമുദായ പഠനത്തിനായി അഹോരാത്രം യത്നിച്ച മത്തായി വട്ടക്കളത്തിലച്ഛൻ, 1881 ബ്രഹ്മമംഗലത്ത് സ്ഥാപിച്ച മനോഗുണമാതാ സെമിനാരിക്കായി കഠിനാധ്വാനം ചെയ്ത പള്ളിക്കുന്നേൽ ജോസഫ് അച്ഛനും വട്ടക്കളത്തിൽ യൗസേപ്പച്ചനും, തകടിയേൽ മാത്തനാശൻ അടക്കം പുരാതന പാട്ടുകൾ രചിച്ചും താളിയോല ഗ്രന്ഥങ്ങളിലേക്ക് പകർത്തിയും പാടിയും മാർഗംകൾ പാട്ട് രചിച്ചും ആടിയും സഭാപരവും സമുദായപരവുമായ അറിവുകൾ തുടർ തലമുറകൾക്ക് പകർന്നു നൽകിയ സ്ത്രീ പുരുഷന്മാരടങ്ങുന്ന നമ്മുടെ പൂർവികർ, കുന്നശ്ശേരി, പൂതത്തിൽ, പച്ചിക്കര തുടങ്ങിയ കുടുംബങ്ങളിലെ തരകന്മാർ ഉൾപ്പെടെയുള്ള സമുദായ നേതാക്കന്മാർ എല്ലാവരും നമ്മുടെ പൂർവികരെ സ്വീകരിക്കാനുള്ള യാത്രയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. സാധാ ക്രിസ്തീയ വിശ്വാസം പുലർത്തി ജീവിച്ചിരുന്ന നമ്മുടെ കാരണവന്മാർ, അവരെയും പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. മെഴുകുതിരി കത്തിച്ച് മാതാവിന് മുമ്പിൽ കത്തിക്കുന്നതിൽ അവരുടെ വിശ്വാസത്തിൻ്റെ ആഴം കണ്ടെത്തുന്ന അമ്മച്ചിമാരടക്കമുള്ള നമ്മുടെ പൂർവികരും നമ്മോടൊപ്പം ഈ യാത്രയിലുണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. കൊടുങ്ങല്ലൂരിൽ നിന്നും മെസപ്പൊട്ടോമിയയിൽ നിന്നും ഇവിടേക്ക് കടവിലേക്ക് എത്തിച്ചേർന്നവരിൽ
1524 യുദ്ധത്തിൽ മരണമടഞ്ഞ സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കമുള്ള പൂർവികർ സന്നിഹിതരായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭാരതത്തിലെ ക്രൈസ്തവ രാജാവായ ക്നായിത്തൊമ്മൻ്റെ അംശവടിയും ചെപ്പേടും കൊച്ചിയിൽ ചെന്ന് 1502 വാസ്കോഡി ഗാമയെ കാണിച്ച കൊടുങ്ങല്ലൂരിലെ നമ്മുടെ പൂർവികരും ഇക്കൂട്ടത്തിലുണ്ട്. 1500 യൂറോപ്പ് സന്ദർശിച്ച ഇന്ത്യക്കാരൻ ജോസഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ സെൻറ് തോമസ് പള്ളി വികാരിയായ ജോസഫ് അച്ഛനും ഇക്കൂട്ടത്തിലുണ്ടായിരിക്കണം. തലിയ കുര്യാക്കോസിൻ്റെ നാമധേയത്തിലുള്ള കൊടുങ്ങല്ലൂരിലെ ജ്ഞാനായ ദേവാലയത്തിൽ വെച്ച് കുർബാനയ്ക്കിടയ്ക്ക് ആണ്ടുവട്ടം മുഴുവനിലേക്കും വായിക്കാനുള്ള ബൈബിൾ ഭാഗങ്ങൾ 1301 പകർത്തി എഴുതിയ 13 വയസ്സുകാരൻ സക്കറിയ ഷെമ്മാശനും അതിനായി ഈ ഷെമ്മാശിനെ ഒരുക്കിയെടുത്ത അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും ഈ കൂട്ടത്തിലുണ്ടായിരിക്കണം. ശ്രീലങ്കയിൽ നിന്ന് ഈഴവരെ കൂട്ടിക്കൊണ്ടുവന്ന് കൊടുങ്ങല്ലൂരിൽ മഹോദേവർ പട്ടണം സ്ഥാപിച്ച് പള്ളിയും ചേരരാജ കൊട്ടാരവും വാണിജ്യ കേന്ദ്രവും നക്ഷത്ര ബംഗ്ലാവും ക്ഷേത്ര കവാടവുമൊക്കെ നിർമ്മിച്ച് പൊതുസമൂഹത്തിൽ സ്വീകാര്യനായി തീർന്ന ക്നായിത്തോമയും കൂട്ടത്തിലെത്തിയ ഉർഹാമാർ യോസേപ്പും വൈദികരും ഷെമ്മാശന്മാരും ഒക്കെ അടങ്ങുന്ന 400ഓളം ആൾക്കാർ, അതോടൊപ്പം കടലിൽ വെച്ച് മരിച്ചവർ, തുറമുഖത്ത് വെച്ച് ബസ്ര തുറമുഖത്ത് വെച്ച് നമ്മെ യാത്രയാക്കിയവർ, അനുഗ്രഹിച്ചയച്ച കാസോലിക്ക മെത്രാന്മാർ, 3 വയസ്സിൽ ക്രിസ്തീയ വിശ്വാസത്തിനു വേണ്ടി ജീവത്യാഗം അനുഷ്ഠിച്ച തലിയ കുര്യാക്കോസ്, അമ്മ ജൂലീറ്റ, മാർ മാറി, മാർ അദ്ദായി, മാർ തോമാസ് ലീഹ, ഈ വിളക്കുകളെല്ലാം, ഈ പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന കത്തി നിൽക്കുന്ന ഈ വിളക്കുകളെല്ലാം നമ്മുടെ ദീർഘമായ പ്രേക്ഷിതയാത്രയിൽ വഴിവിളക്കുകൾ ആയവരെ അനുസ്മരിക്കുന്നതായി, അവരുടെ സാന്നിധ്യം നമുക്ക് നൽകുന്നതായി അനുഭവപ്പെടുന്നു. നമ്മെ സംബന്ധിച്ച് ഉയർപ്പ് ഈശോയോടുള്ള ഒത്തുചേരലിനൊപ്പം പൂർവികരോടുള്ള ഒത്തുചേരലും കൂടിയാണ്. ഉദ്ധിതനായ ഈശോയെ കാണുന്നവരോടെല്ലാം ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം എന്നൊക്കെയാണ് ആദ്യമായി ഈശോ അരുളി ചെയ്തിട്ടുള്ളത്. എന്നാൽ നമ്മുടെ സഭയിൽ, സമൂഹത്തിൽ, സമുദായത്തിൽ സമാധാനം ഇന്ന് കുറഞ്ഞു വരുന്നു എന്നൊരു വൈരുദ്ധ്യം നാം അഭിമുഖീകരിക്കുന്നു. ഈ അടുത്ത നാളുകളിൽ നമ്മുടെ 2 സഹോദരിമാരുടെയും അവരുടെ മാലാഖമാർ കണക്കെ നിഷ്കളങ്കരായ കുഞ്ഞുമക്കളുടെയും വേർപാടിലൂടെ കുടുംബങ്ങളിൽ പോലും സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നതായി നാം തിരിച്ചറിയുന്നു. ആരോപണത്തിൻ്റെ ഒരു വലിയ മുന തറച്ചിരിക്കുന്നത് ക്നാനായ സമുദായത്തിലാണ് എന്ന വസ്തുതയെ തമസ്കരിക്കുന്നതിൽ അർത്ഥമില്ല. ഇതരർക്ക് ദുർമരണം സംഭവിക്കുമ്പോൾ അവരുടെ മതത്തെ, ജാതിയെ, സമുദായത്തെ കുറ്റപ്പെടുത്താത്തവർ ക്നാനായക്കാരുടെ ദുർമരണത്തിൽ സമുദായത്തെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് നമുക്കൊരു പക്ഷേ പ്രതിരോധം തീർക്കാനായേക്കും. ഇതര സമുദായക്കാരിൽ അപ്രകാരമൊക്കെ സംഭവിക്കാമെന്ന് പൊതുസമൂഹം ചിന്തിക്കുമ്പോഴും ക്നാനായ സമുദായം അങ്ങനെ ആയിരുന്നില്ലെന്നും ഇനിയും അങ്ങനെ ആയിരിക്കരുതെന്നും പൊതുസമൂഹം ചിന്തിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഉചിതമായിട്ടുള്ളത്. ക്രൈസ്തവ മൂല്യങ്ങളിലും സാമുദായിക ഐക്യത്തിലും അധിഷ്ഠിതമാണ് ക്നാനായ സംസ്കാരം എന്ന ധാരണയിൽ എവിടെയോ പാകപ്പിഴയുണ്ടെന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞ് തിരുത്താൻ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബു അബ്രഹാം എന്ന നമ്മുടെ സമുദായ അംഗം ഈ കഴിഞ്ഞ ബുധനാഴ്ച പ്രകാശനം ചെയ്ത കമ്പിളികണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകത്തിലെ ആത്മാവിൽ അലഞ്ഞ മഴമേഘങ്ങൾ എന്ന 3-ാമത്തെ അധ്യായം വായിക്കുന്നവരുടെ കണ്ണുകളെ ഈറൻ അണിയിക്കുന്നവയാണ്. പറക്കമുറ്റാത്ത 4 കുഞ്ഞുങ്ങളെയുമായി മേരി എന്ന സ്ത്രീ കല്ലാർകുട്ടി ഡാമിലേക്ക് അർദ്ധരാത്രി നടന്നു നീങ്ങവേ 1980-കളിൽ തെള്ളിത്തോട് ദൈവാലയത്തിൻ്റെ കുരിശിൻ തൊട്ടിയിൽ ദീർഘനേരം പ്രാർത്ഥിക്കുന്നതായും അല്പം കൂടി മുൻപോട്ട് പോയെങ്കിലും ആത്മഹത്യ ചെയ്യാനാവാതെ തിരിച്ചു വരുന്നതായും ഹൃദയസ്പൃക്കായി ഈ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. തകർന്നു പോകാതെ പിടിച്ചു കയറിയവർ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. അവർക്കാണ് പാരീസ് യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസർമാർക്ക് 2ാം ജന്മം നൽകാനാവുക.
നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം വീണ്ടെടുക്കാനുള്ള ഉത്തമ മാർഗം നമ്മുടെ പള്ളിയിലെ റത്താഴിയിലെ ഏറ്റവും മുകളിലുള്ള ചിത്രം പറഞ്ഞു തരും. നിന്ദാപമാനങ്ങളുടെയും മകനെക്കുറിച്ചുള്ള ആധിയുടെയും വാൾ ഹൃദയത്തിൽ നിർത്തപ്പെട്ടവളായിട്ടും മുടി അണിഞ്ഞ് ആണ് അവൾ നിൽക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മധ്യത്തിലായി പ്രധാന സ്ഥാനത്ത് മനുഷ്യസ്ത്രീയായ അവൾ എത്തിയത് വെറുതെയല്ല. സ്വർണ്ണ കിരീടം അണിഞ്ഞിരിക്കുന്ന ഈശോ കടന്നുപോയ കനൽ വഴികളാണല്ലോ ഇക്കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മൾ ധ്യാന വിഷയമാക്കിയത്. കിരീടം ധരിച്ചിരിക്കുമ്പോഴും ഈശോയ്ക്ക് കുരിശ് താഴെ വയ്ക്കാനാകുന്നില്ല. അധികാരത്തിൻ്റെ ദണ്ഡൊക്കെ കയ്യിൽ പിടിച്ചിരിക്കുമ്പോഴും സ്വന്തം പുത്രനെ കുരിശിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാത്ത ആളാണ് പിതാവായ ദൈവം. ഇവർ മൂവരും അണിഞ്ഞിരിക്കുന്നത് നിസ്സഹായതയുടെ രാജപട്ടമാണ്. രാജമക്കളായ നമുക്കും ഭിന്നമായ ഒരു രാജകീയതയില്ല. നമ്മുടെ കല്യാണത്തിന് കുരിശ് ആലേഖനം ചെയ്ത താലി നൽകുന്നത് വെറുതെയല്ല, ജീവിതം കുരിശാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ. നമ്മുടെ പള്ളിയിൽ, കടുത്തുരുത്തി വലിയ പള്ളിയിൽ, മണവാളക്കുരിശും നെഞ്ചിൽ ധരിച്ചുകൊണ്ടാണല്ലോ മണവാളൻ താലി കെട്ടുന്നത് എന്നത് കൂടുതൽ ചിന്തനീയമാണ്. കല്യാണ സമയത്ത് ബൃക്സേദാലാഹ പാടി വൈദികൻ ആശീർവദിക്കുന്നതിന് മുൻപ് ബെർമറിയം എന്ന സ്തുതിപ്പ് ചൊല്ലുന്നതും അർത്ഥവത്താണ്. ഈശോയുടെ രക്ഷാകര പദ്ധതിയുടെ വർണ്ണനയാണല്ലോ ബെർമറിയം എന്ന പാട്ട്. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, വിവാഹത്തിനായി ഒരുങ്ങുന്നവരെ, കേവലം ഇണചേരാൻ വേണ്ടി മാത്രമുള്ളതല്ല വിവാഹം. മറിച്ച് ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൽ പങ്കുപറ്റി അവനോടൊപ്പം മരിച്ച് അവനോടൊപ്പം ഉയർത്ത് അവൻ്റെ മഹത്വത്തിൽ നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരുമിച്ച് ചേരാനുള്ള വിളിയാണ് വിവാഹം. ഇതാണ് ബെർമറിയം, ഈശോയുടെ രക്ഷാകര പദ്ധതിയെക്കുറിച്ചുള്ള പാട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ദേവാലയത്തിന് പുറകെ വശത്തുള്ള ഒരു ചിത്രീകരണത്തിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോവുകയാണ്. പേടിച്ചരണ്ട ഒരു മാൻപേടയുടെ ഇടത്തും വലത്തുമായി 2 വേട്ടക്കാർ, തോക്കേന്തിയ ഒരു മനുഷ്യനും ഒരു കടുവയും. ചെകുത്താനും കടലിനും ഇടയിൽ പെട്ടതുപോലെ നിൽക്കുന്ന ആ മാൻപേട 2 വേട്ടക്കാരെയും നോക്കുന്നില്ല. അതിൻ്റെ കണ്ണുകൾ കരിങ്കൽ കുരിശിലെ ഉദ്ധിതനിൽ കേന്ദ്രീകൃതമാണ്, ഫോക്കസ്ഡാണ്. വേട്ടക്കാരനെ നോക്കിയ ഒരാളും ഇന്നേ വരെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഉദ്ധിതനിലേക്ക് നോക്കിയവർ, അവൻ്റെ പ്രകാശം തിരിച്ചറിഞ്ഞവർ ജീവനിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അവർക്ക് നിത്യജീവൻ്റെ സമൃദ്ധി ഉണ്ടായിട്ടുണ്ട്. അവരാണ് മറ്റു മനുഷ്യരിലേക്ക് ജീവൻ്റെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവർ. ആ ഒരു സമാധാനത്തിലേക്ക്, പ്രകാശത്തിലേക്ക്, ജീവനിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെ ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ഈ തിരുനാൾ നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.